സമദാനി വരുമ്പോൾ, സമദാനി ഒരു പണ്ഡിതനാണ്, എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്. സമസ്തയ്ക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ സമദാനിയെ? സമസ്തയുടെ പൂർണ്ണമായ പിന്തുണയൊക്കെ ഹംസയ്ക്കുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് അങ്ങനെയൊക്കെ പറയുന്നത് വലിയ മണ്ടത്തരവുമാണ്. പക്ഷേ പൊന്നാനിയിൽ അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് കാണേണ്ടുന്നത്. ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് സമദാനിക്ക് അപ്പുറത്ത് ലീഗിനെതിരായി പുതിയ ചില തരംഗങ്ങൾ ഉണ്ടാകും എന്നാണ്. പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം നമുക്കൊന്ന് നോക്കാം. ആ ചരിത്രം എന്നത് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. 1,93,273 എന്ന ഹ്യൂജ് വലിയ ഭൂരിപക്ഷത്തിൽ 1,93,273 E.T. മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം. തൊട്ടടുത്ത് വയനാടുണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. അവർ തരംഗത്തിന്റെയൊക്കെ അനുരണനം സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. മറ്റ് വർഷങ്ങളിലെ കൂടി ഒന്ന് കണക്കുകൾ കൂടി ഒന്ന് പരിശോധിച്ചു. പൊന്നാനിയിൽ തുടർച്ചയായി UDFന്റെ വിജയം, ലീഗിന്റെ വിജയമാണ്. അത് സാധാരണ പോലെ സംഭവിക്കാറുള്ളത്. 2009, 14, 19 അതിനു മുൻപ് ദീർഘകാലം മുൻപുള്ള ചരിത്രമാണ് നേരത്തെ കെ മധു സൂചിപ്പിച്ചത്. സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുകയാണെങ്കിൽ 2009, 14, 19 സ്വാഭാവികമായി അവിടെ കോട്ടയെന്ന് നമ്മൾ പറയുന്നതിന് അല്ലേ, ഈ കണക്കുകളും ചരിത്രവും മാത്രം, ആ സംഖ്യകൾ മാത്രം നോക്കിയാൽ മതി.